കോഴിക്കോട് മാതൃഭൂമിയുടെ പത്രാധിപരായ KP കേശവമേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലും എടുത്തുകുത്തുകളിലും ഒരു കാര്യം പ്രത്യേകം എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണ് പ്രത്യേക സംഭവം? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന KP കേശവമേനോന്റെ സന്തത സഹചാരിയായി കൂടെ നടന്നിരുന്ന ആ സമയത്ത് കോഴിക്കോട് പട്ടാളപ്പള്ളിയുടെ പരിസരത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്കൊലി ഉയരുമ്പോൾ, നമസ്കാരത്തിന് സമയമായി എന്ന അറിയിപ്പ് വരുമ്പോൾ KP കേശവമേനോൻ എന്ന് പറയുന്ന ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ പറയുന്നു, ഇവിടെ പള്ളിയിലേക്ക് പോകേണ്ടവരുണ്ട്, നമസ്കാരത്തിന് വേണ്ടി നിർത്തുകയല്ല മീറ്റിംഗ്. പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരെടുത്തു പറഞ്ഞിട്ട് പറയുന്നു, അദ്ദേഹം പോയി പള്ളിയിൽ ചെന്ന് നമസ്കരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് തുടരാമെന്ന് പറഞ്ഞ് നമസ്കാരം കഴിയുന്നത് വരെ ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, അദ്ദേഹം തിരിച്ചു വരട്ടെ, അതുപോലെയുള്ളവർ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിൻ്റെ മുൻകാല ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ സാധിക്കുന്നത്. KM മൗലവിയും ഈ മൊയ്തു മൗലവിയും ഒക്കെയായി ഈ പറയപ്പെട്ട KP കേശവമേനോനെ പോലെയുള്ള വ്യത്യസ്തമായ പത്രാധിപരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ വെച്ച് പുലർത്തിയ സമീപനങ്ങളും സൗഹൃദങ്ങളും, അവരുടെ മതത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കതിനു വേണ്ടി സമയം ചെലവഴിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി സമയം നീക്കിക്കൊടുക്കുന്ന പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ പാരമ്പര്യമായി ഞാനും നിങ്ങളുമൊക്കെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾക്ക് കുടിയിരിക്കാൻ ഈ കേരളക്കര ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന അർത്ഥത്തിലുള്ള മതേതരത്വ ബോധത്തോടുകൂടിയുള്ള ഒരു മുന്നോട്ടുള്ള നീക്കമായിരുന്നു കേരളീയ ജനതയിൽ എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും അതാണ് തുടരേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഈ ഡയലോഗ് പോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. സൂചനാത്മകമായ സംസാരങ്ങൾ നടത്തിപ്പോകാൻ മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. സാമൂതിരി രാജാവ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ആ വസതിയിൽ കൊട്ടാരത്തിൽ ഇരിക്കവേ ടിപ്പു സുൽത്താനിൻ്റെ ഉപ്പയാകുന്ന ഹൈദർ അലി ഖാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ രാജ്യം അദ്ദേഹം കൈയടക്കാൻ, ഈ പ്രദേശം അദ്ദേഹം കൈയടക്കാൻ വരുന്നു എന്ന് അവിടുത്തെ ആളുകൾക്ക് തോന്നി. അവിടുത്തെ മുസ്ലിങ്ങൾ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെല്ലുകയും സാമൂതിരി രാജാവിനോട് മുസ്ലിങ്ങൾ പറയുന്ന വാക്കുണ്ട്, ഹൈദർ അലി ഖാൻ ഈ നാട് പിടിച്ചെടുക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന സാമൂതിരി രാജാവിൻ്റെ കൂടെ മുസ്ലിങ്ങൾ നിൽക്കുകയും, പ്രിയപ്പെട്ടവരെ, ഹൈദർ അലി ഖാൻ ഞാൻ വന്ന ലക്ഷ്യം അതൊന്നുമല്ല എന്ന് പിന്നീട് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഞാനിതെടുത്തുദ്ധരിച്ചത് സാമൂതിരി രാജാവിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്ന മുസ്ലിങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് നടത്തുന്ന സമീപനം, അദ്ദേഹം തിരിച്ച് ഈ സമൂഹത്തോട് കാണിക്കുന്ന സമീപനങ്ങൾ, അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടവരും കേൾക്കേണ്ടവരുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആദർശ പ്രബോധന പ്രസ്ഥാനത്തിൻ്റെ അതേ മുൻകാല സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത ആദർശത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചൂക്കാൻ പിടിക്കുന്ന ഒരു ടീമാണ് ഇന്ന് ഡയലോഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ആദർശ പ്രബോധന മുൻഗാമികളെ ഓർക്കുമ്പോൾ KM മൗലവിയെ നമ്മൾ ഓർത്തുപോകും. KM മൗലവി എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വം കൊടുങ്ങല്ലൂരിലേക്ക് രാജ്യത്തിൻ്റെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നാടുവിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോവേണ്ടി വന്ന ഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെത്തി അദ്ദേഹം ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുങ്ങല്ലൂരിലെത്തിക്കൊണ്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടേക്ക് കടന്നു വരുമ്പോൾ കുട്ടിക്കൃഷ്ണമേനോൻ എന്ന് പറയുന്ന അവിടുത്തെ വ്യക്തിത്വം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ അന്വേഷിച്ചാണോ വന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടുന്നില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടുന്നില്ല. ആ സമയത്ത് കുട്ടിക്കൃഷ്ണമേനോൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നുണ്ട്, എനിക്കറിയാം തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന KM മൗലവി ഏതൊരു വീട്ടിലാണുള്ളത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ ശവത്തിൻ്റെ മേലെ ചവിട്ടിയിട്ടല്ലാതെ, ഞങ്ങളെ കൊന്നു തീർത്തിട്ടല്ലാതെ നിങ്ങൾക്ക്
തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കുട്ടിക്കൃഷ്ണമേനോൻ പറയുന്നത് ചരിത്രത്തിൽ ഞാനും നിങ്ങളും സന്തോഷദായകമായി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സന്ദർഭം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാറാട് കലാപം നടന്ന സന്ദർഭം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൊലപാതകം നടന്നത് ഇങ്ങ് വിളിപ്പാടകരെ കാസർഗോഡിന്റെ മണ്ണിൽ ഈ ടൗണിന്റെ ഓരത്ത് ഒരു പള്ളിയിൽ കയറി പ്രിയപ്പെട്ടവരെ അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ കൊലപാതകം നടന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് ഈ കാസർഗോഡിന്റെ ടൗണിന്റെ പരിസരത്ത് ആളുകളെ വിളിച്ചു ചേർത്ത് മുസ്ലിം സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് അല്ലാത്തവരെയും ഒരുമിച്ചിരുത്തി മാറാട് കലാപം നടന്ന സന്ദർഭത്തിലും കൊടിഞ്ഞി ഫൈസലിന്റെ വധം നടന്ന സമയത്തുമൊക്കെ ഇതുപോലെ അവരവരുടെ നാടുകളുടെ പരിസരങ്ങളിൽ ആളുകളെ വിളിച്ചു ചേർത്ത് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് അവരുടെ മുന്നിലേക്ക് ഈ നാട് ഒരു വർഗീയ കലാപത്തിന്റെ കലുഷിതമായ മണ്ണായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഞാനും നിങ്ങളും അവസരമുണ്ടാക്കി കൊടുക്കരുത്. നമുക്ക് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവേണ്ടതുണ്ട്. വർഗീയതക്ക് ഒരിക്കലും ഇവിടെ തുടക്കം കുറിച്ചുകൂടാ. അതിനെ കെടുത്തിക്കളയേണ്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യരെ ആ നാട്ടിലെ മനുഷ്യരെ ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ട ഉത്ബോധനങ്ങൾ നടത്തുകയും അവരെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ഒന്നും രണ്ടും മൂന്നും ഇതുപോലെയുള്ള സംഭവങ്ങളല്ല, വ്യത്യസ്തമായ സംഭവങ്ങൾ ഞാൻ ഈ പ്രസംഗത്തിന്റെ ചെറിയ മിനിറ്റുകളിലൂടെ പറഞ്ഞു പോകാതെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചിന്തകളിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അതുകൊണ്ട് കേരളത്തിന്റെ പാരമ്പര്യത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർത്തെറിഞ്ഞ് രാമമന്ത്രം ജപിച്ചുകൊണ്ട് ആ ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർത്തെറിഞ്ഞ് ആ സന്ദർഭത്തെ എല്ലാവരും ഓർക്കുന്ന ഘട്ടത്തിൽ കേരളക്കരയിൽ ഒരു സമ്മേളനമോ യോഗമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമപാലകർ അനുവദിക്കാത്ത സമയത്ത് അവരെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി, അവരെ കാര്യങ്ങളെ ധൈര്യപ്പെടുത്തി അതേ പാലക്കാടിന്റെ കൊട്ട മൈതാനത്തിലേക്ക് ജനസഞ്ചയത്തെ വിളിച്ചു ചേർത്ത് ഈ ആദർശ പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ അമരക്കാര് പാലക്കാട് കൊട്ട മൈതാനത്ത് ആൾക്കൂട്ടങ്ങളെ വിളിച്ചു ചേർത്ത് വ്യത്യസ്തമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ മേലാധ്യക്ഷന്മാരെ വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ഒരു തലക്കെട്ടോടുകൂടി മനോഹരമായ ഒരു സമ്മേളനം നടന്നു. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ തലക്കെട്ട്. ആ സമ്മേളനം സർവരാലും നിരീക്ഷിക്കപ്പെടാൻ ചില സാധ്യതകളും അതുപോലെ തന്നെ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ആ സമ്മേളനത്തെ ആളുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ഈ കേരളക്കര വർഗീയതയിലേക്ക് പോകാതിരിക്കാൻ സമാധാന അന്തരീക്ഷത്തിലേക്ക് അത് ഒന്നുകൂടി കൃത്യമായി മുന്നോട്ട് പോകാൻ ഈ സമ്മേളനം കാരണമായി എന്ന് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ ആ സമ്മേളനത്തെ പുകഴ്ത്തി പറയുകയും പ്രശംസിക്കുകയും ചെയ്തത് കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ കഥ കേൾക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ അമ്പലത്തിന്റെ വാതിലിന് തീപിടിച്ച് ക്ഷേത്രം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം നേതാക്കന്മാരിലും ആദർശ പ്രസ്ഥാന നേതാക്കന്മാരിലും പെട്ട മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരും ലീഡർമാരുമായ ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ തീ കെടുത്താനും പ്രിയപ്പെട്ടവരെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുമൊക്കെ പരിശ്രമിച്ചത് ഞാനും നിങ്ങളും കേരളത്തിന്റെ സൗഹൃദ പാരമ്പര്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കേണ്ടതുണ്ട്. പോരാ, വിഴിഞ്ഞം കലാപം നടക്കുമ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് അവിടേക്ക് പോകരുത്, പ്രശ്നമാണവിടെ, പ്രയാസമാണവിടെ എന്ന് പറഞ്ഞപ്പോ തടുത്തു നിർത്തിയ കൈകളെ വകഞ്ഞു മാറ്റി അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാനാണ് തീരുമാനിച്ചത്. അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും എന്റെ സംസാരം കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് വിഴിഞ്ഞം കലാപത്തിന്റെ ആ പ്രദേശത്തേക്ക് കയറി ചെന്ന് ആളുകളോട് സംസാരിച്ച് ഒരു സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന രംഗം. ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം. മുസ്ലിം സമുദായങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ആരെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഈ അർത്ഥത്തിലാണ് പോകുന്നത് എന്ന് പറയാനാ. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, ഇവിടുത്തെ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കച്ചവട വ്യാപാര ശൃംഖലകൾ എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആരും ചേരിതിരിഞ്ഞു നിൽക്കാറില്ല.
ഇല്ല പ്രിയപ്പെട്ടവരെ, കല്യാണ ദിവസങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ആളുകൾ മാറി നിൽക്കാറില്ല. ഇങ്ങനൊരു സൗഹൃദമായ സ്നേഹമയമായ ഒരന്തരീക്ഷത്തിലാണ് കേരളക്കര എന്നും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ മനുഷ്യത്വത്തോടു കൂടിയുള്ള, ഹ്യൂമാനിറ്റിയോട് കൂടിയുള്ള, മനുഷ്യ സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു പാരമ്പര്യമാണ് നമുക്ക് വായിക്കാനുള്ളത്. അതേ, മതലയനമില്ല, മനുഷ്യ സൗഹാർദ്ദമാണുള്ളത് എന്ന് ഈ കേരളക്കരയിലെ മുഴുവൻ മനുഷ്യരോടും 3.5 കോടി മനുഷ്യരോടും ഉറക്കെ പ്രഖ്യാപിക്കുകയും അവർക്കറിയുന്നത് ഒന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഡയലോഗ് പോലെയുള്ള പരിപാടികൾ. എങ്ങനെ? മതലയനമല്ല വേണ്ടത്, മറിച്ച് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. അവിടെ ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ, ചേരിതിരിവുകളില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, മനുഷ്യരെ നിങ്ങളൊരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ എന്ന പ്രയോഗം ഇത്ര മനോഹരമായ പ്രയോഗമാണ്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വർഗങ്ങളാക്കിയത്, നിങ്ങളെ വർണ്ണങ്ങളാക്കിയത്, നിങ്ങളിൽ ചേരിതിരിവുകൾ ഈ അർത്ഥത്തിൽ ഉണ്ടാക്കിയത് ലിതഅറഫു, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയോടുകൂടി, തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാരോ അവരാണ് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും വലിയ വിവിഐപികൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ എന്ന് ഞാനും നിങ്ങളും കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. പോരെ പ്രിയപ്പെട്ടവരെ, ഇനി എത്ര ഉദാഹരണങ്ങളാണ് ഇതിന് വേണ്ടത്? കേരളത്തിലെ ഏതൊക്കെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ കടന്നു വന്നപ്പോൾ, കാലവിപത്തുകൾ കടന്നു വന്നപ്പോൾ ഞാനും നിങ്ങളും കണ്ട ചിത്രം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? കരിപ്പൂർ വിമാന ദുരന്തം എന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ ഞാനും നിങ്ങളും കണ്ടതെന്തായിരുന്നു? അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്ന് വന്ന വാർത്തകളിൽ ഒരു വാർത്തയുടെ ശകലം നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം തുടരാം. അന്ന് വന്ന വാർത്തകളിൽ ഒരു വാർത്താ ശകലം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തെ കൈമേയ് മറന്നാണ് കേരളം മറികടന്നത്. ആശുപത്രികൾക്ക് മുൻപിൽ രാത്രി വൈകിയും രക്തം നൽകാൻ വരി നിന്നവരുടെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു പകർച്ചവ്യാധിക്കും തളർത്താനാകാത്ത മലയാളിയുടെ മനുഷ്യത്വമാണ്. ഞങ്ങൾ കൊണ്ടോട്ടിയിലായിരുന്നു. അപ്പോഴേ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ വന്നത്. പ്രദേശത്ത് മുഴുവൻ ആളുകൾ അവരെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വാഹനങ്ങളും ഒരു ഓട്ടോറിക്ഷ വരെ ആളുകൾ കയറ്റിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. കരിപ്പൂർ വിമാനാപകടം സംഭവിച്ചത് മലപ്പുറം ജില്ലയിലെ ആ കരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ട് ഓടി വന്നു അല്ലേ. ആ കരിപ്പൂരിന്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിർത്തിയിട്ട വാഹനങ്ങൾ മുഴുവനും എയർപോർട്ടിന്റെ റൺവേയുടെ ആ ചാരത്തേക്ക് ചീറിപ്പാഞ്ഞ് കടന്നു വരികയാണ് ആണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പുതിയ പുതിയ വാഹനങ്ങളിൽ വീണ് കിടക്കുന്ന മനുഷ്യരുടെ ഒലിച്ചിറങ്ങുന്ന രക്തം പ്രശ്നമാക്കാതെ അവർ സീറ്റിലേക്ക് എടുത്തു കിടത്തി, മടിയിലേക്ക് അവിടെ തലയെടുത്തു വെച്ച് അതിവേഗതയിൽ ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ച് പോകുന്നത് പോരാ. മാധ്യമം തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നത് അവിടെ രക്തം ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോ എത്ര ആളുകളാണ് അവിടെ വന്ന് ലൈന് നിന്നത്, ക്യൂ നിന്നത്. ഞങ്ങൾ കൊടുക്കാം രക്തമെന്ന് പറഞ്ഞ്. കൊറോണയുടെ മൂർച്ഛിച്ച ഒരു പ്രശ്നം നിൽക്കുന്ന സമയമാണ്. മലപ്പുറം ജില്ലയിൽ 3000-ഓളം ആളുകൾ കൊറോണ ബാധിതരാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ വിമാന ദുരന്തമുണ്ടായത്. അവിടെ വിശ്രമത്തിൽ കിടന്ന മനുഷ്യരത് പ്രശ്നമാക്കിയില്ല. എല്ലാം മറികടന്നുകൊണ്ട് അവർ കരിപ്പൂരിന്റെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കൊണ്ടോട്ടിയുടെ റിലീഫ് ഹോസ്പിറ്റലിൽ ആളുകൾ പറഞ്ഞു, പത്രമെഴുതി. എന്താ എഴുതിയതെന്നറിയുമോ? ഉപ്പമാർ എണീറ്റു നടക്കാൻ പോലും പ്രയാസമുള്ള ഉമ്മമാർ അവർ വീട്ടിലുണ്ടാക്കിയ ചെറിയ ചോറായി ഭക്ഷണവുമായി പലഹാരങ്ങളുമായി ഹോസ്പിറ്റലിന്റെ വരാന്തയിലേക്ക് ഓടി വന്ന് ആർക്കാണ് ഭക്ഷണം വേണ്ടത്, ആർക്കാ വെള്ളം വേണ്ടത് എന്ന് ചോദിച്ച് നടക്കുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി എന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതാണ് കേരളത്തിന്റെ ചിത്രം, ഇതാണ് കേരളത്തിന്റെ ചിത്രം, ഇതാണ് കേരളത്തിന്റെ ചരിത്രം അല്ലേ പ്രിയപ്പെട്ടവരെ. അതിനെ ഒരിക്കലും മുറിച്ചു മാറ്റാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല, സമ്മതിച്ചുകൂടാ. ആ അന്തരീക്ഷത്തിൽ തന്നെ ഈ സൗഹൃദ അന്തരീക്ഷം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കവളപ്പാറ എന്ന് പറയുന്ന നിലമ്പൂരിനടുത്ത് മണ്ണിടിച്ചിലുണ്ടായി ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ കവളപ്പാറയിലെ ആളുകൾക്ക് വേണ്ടി സഹായം എത്തിക്കാൻ കേരളത്തിലെ മനുഷ്യർ ജാതി നോക്കിയോ, മതം നോക്കിയോ, വർഗം നോക്കിയോ, സംഘടന നോക്കിയോ,
ആരും നോക്കിയില്ല. അവിടുന്ന് കിട്ടിയ മനുഷ്യരുടെ ശരീരത്തിൽ ചെളിപുരണ്ട് കിടക്കുന്ന മനുഷ്യരുടെ ശരീരം കയ്യിലൊരു ഗ്ലൗസ് പോലും ഇടാതെ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുക്കി വെച്ച ടാബിളിലേക്ക് കൊണ്ടുകൊടുക്കാൻ അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും മടിച്ചു നിന്നില്ല. അവിടുത്തെ പള്ളിയും അവിടുത്തെ മദ്രസകളുമൊക്കെ അവിടുത്തെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായ സഹായത്തിനാവശ്യമായ സെന്ററുകളായി തുറന്നു കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേ അവസ്ഥ ഈ അടുത്ത കാലത്ത് വയനാടിന്റെ ദുരന്തമുണ്ടായപ്പോ, മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായപ്പോ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് നിങ്ങൾക്കൊരു പക്ഷെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാകും. എന്താ പറഞ്ഞത്? ഇതാ ചൂരൽമലയിലെ പള്ളിയും മദ്രസമൊക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി തുടങ്ങുന്നു എന്ന്. എന്ത്? അവിടുത്തെ പള്ളിയും മദ്രസയും ഒക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വീണ ജോർജ് അതിനെ പ്രശംസിക്കുകയും അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വയനാടിന്റെ ആ മുണ്ടക്കൈ അതുപോലെ ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്ന് ഒലിച്ചു വന്നത് ചാലിയാറിന്റെ, നിലമ്പൂരിന്റെ, ചുങ്കത്രയുടെ, മുണ്ടേരിയുടെ, പോത്തുകല്ലിന്റെ ആ പരിസരത്ത് 170-ലധികം മൃതദേഹങ്ങൾ പാതിയായി, കൈമാത്രമായി, കാലുമാത്രമായി ചെളിപുരണ്ട് അങ്ങനെ കടന്നു വന്ന സമയത്ത് ആളുകൾ, സഹോദരന്മാർ, സഹോദരിമാർ ഒന്നും നോക്കാതെ അതെടുത്തുകൊണ്ടുപോയി നിലമ്പൂരിന്റെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള ഹോസ്പിറ്റലിന്റെ ഒരുക്കി വെച്ച ടാബിളിലേക്ക് അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരില്ലേ? ചാനലുകൾ പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് മാത്രമല്ല, അങ്ങ് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുണ്ടായ സമയത്ത്, അതുപോലെ തന്നെ പ്രളയമുണ്ടായ സമയത്ത് ഒക്കെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റിയതാണ്. ഒരേ സ്കൂളിന്റെ ഹാളിൽ ഒരുമിച്ച് കൂടുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയാവുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ബാങ്കിന്റെ സമയമാകുമ്പോൾ മറ്റൊരു ക്ലാസ് റൂം അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്ത് നമസ്കരിക്കാൻ സൗകര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ സൗഹൃദത്തിന്റെ കാഴ്ചകളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് ഉമ്മമാർ ഒലിച്ചുപോയി, മരണപ്പെട്ടു പോയി, ഉപ്പമാർ മരിച്ചുപോയി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, 3 വയസ്സുള്ള കുട്ടി ബാക്കിയായി, 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയായി, മാസങ്ങൾ മാത്രം പ്രായമുള്ള മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയായപ്പോ അങ്ങ് ഇടുക്കിയിൽ നിന്ന്, പാലക്കാടിന്റെ മണ്ണിൽ നിന്ന്, മലപ്പുറത്തിന്റെ മറുഭാഗത്തു നിന്ന് ഓരോ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു, എന്റെ ഭാര്യയെ, അവിടുത്തെ കുഞ്ഞുമക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയ, ഉമ്മ നഷ്ടപ്പെട്ടു പോയ ചെറിയ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ, മുലയൂട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് അവിടുത്തെ ആളുകളെ വിവരമറിയിക്കുകയാണ്, കേരളത്തെ വിവരമറിയിക്കുകയാണ്. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇടുക്കിയിലാണ് എന്റെ വീട്, പക്ഷേ കവളപ്പാറ, പിന്നെ ഇങ്ങ് ചൂരൽമലയിലും മുണ്ടക്കൈയിൽ നിന്നും ഉമ്മമാരും അമ്മമാരും മരണപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഈ വിവരമറിയിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാരുണ്ടായി. എത്രമാത്രം പ്രതീക്ഷയുടെ ഈ കേരളക്കരയിലെ സൗഹൃദ അന്തരീക്ഷമാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളക്കരയിൽ സംസാര വിഷയമുണ്ടായപ്പോ താമരശ്ശേരിയിലെ രൂപത ബിഷപ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു ലവ് ജിഹാദ് കേരളത്തിന്റെ മണ്ണിലില്ല എന്ന്. സ്വാമിമാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ലവ് ജിഹാദിന്റെ വിഷയം ഈ കേരളക്കരയിൽ ഇല്ല എന്ന്. നിയമസഭയിൽ ചർച്ചയായി, പാർലമെന്റിൽ പറഞ്ഞു. പോരാ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ കിഷൻ റെഡ്ഡി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു നിന്ന് സംസാരിച്ച ബിഷപ്പുമാരെ, സ്വാമിജിമാരെ പലരും ആക്ഷേപിച്ചു. പലരുടെയും അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ സംസാരം നടത്തുന്നത് എന്ന്, ഇത് നിങ്ങൾക്ക് ക്ഷീണമാകുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളീയ ജനതയെ മനസ്സിലാക്കിക്കൊണ്ട് ബിഷപ്പുമാരും സ്വാമിമാരും ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ കേരളക്കരയിൽ ഒരു ലവ് ജിഹാദിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, ഉണ്ടായിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റു നിന്ന് പറഞ്ഞത് ഇത് കേരളത്തിന്റെ പാരമ്പര്യത്തെ ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണ്.
അതുപോലെ തന്നെ തെരുവിൽ തുണിക്കച്ചവടം നടത്തുന്ന ആളുകൾ, നൗഷാദിനെ പോലെയുള്ള ആളുകൾ ആദ്യ പ്രളയത്തിൽ എൻ്റെ കയ്യിലുള്ള മുഴുവൻ ഡ്രസ്സുകളും നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തൻ്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങി എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഷോപ്പ് തന്നെ, ആ തെരുവ് കച്ചവടം നടത്തുന്ന ചെറിയ റൂം തന്നെ മാറിക്കൊടുക്കുന്ന നൗഷാദിനെ പോലെയുള്ള ആളുകൾ അല്ലേ? പ്രളയമുണ്ടായപ്പോ ആളുകൾക്ക് കയറാൻ കഴിയാതെ വഞ്ചിയിലേക്ക്, തോണിയിലേക്ക്, വള്ളത്തിലേക്ക്, ബോട്ടിലേക്ക് കയറാൻ പറ്റാതെ വന്നപ്പോ തൻ്റെ മുതുകുകൾ അങ്ങ് കുനിഞ്ഞു നിന്ന് എൻ്റെ മുതുക് സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞ് ആ തൻ്റെ മുതുക് സ്റ്റെപ്പായി കാണിച്ചു കൊടുത്തവർ. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നില്ലേ നമ്മൾ കോഴിക്കോടിന്റെ പട്ടണത്തിൽ മാൻഹോൾ അഴുക്കുചാലൊടുകുന്ന വൃത്തിയാക്കാൻ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു കവാടമൊരുക്കുന്ന മാൻഹോളിലേക്ക് അതേ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വീണുപോയി എന്നറിഞ്ഞപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ, കേരളക്കരയിലെ ആ കോഴിക്കോട്ടുകാരനായ നൗഷാദ് ആ ചായ പാതി കുടിച്ച് അവിടെ വെച്ച് ഈ വിവരമറിഞ്ഞപ്പോ ഓടി മാൻഹോളിലൂടെ അയാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി. നൗഷാദ് മരിച്ചുപോയ വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലേ? തന്റെ ജീവൻ പോലും വിലവെക്കാതെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കേരളീയ മനുഷ്യർ കാണിച്ച എത്രമാത്രം വിലപ്പെട്ട മൂല്യവത്തായ ആ സന്ദർഭം, അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്ന് ഞാനും നിങ്ങളും ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രതീക്ഷ വെക്കുന്നവരാണ് അല്ലേ? വയനാട് കേട്ടത് അതല്ലേ? 10 വീട് ഞാൻ തരാം, 20 വീട് ഞാൻ തരാം, ഞങ്ങളുടെ സംഘടന തരാം, ഞങ്ങളുടെ സംഘം തരാം എന്ന് പറഞ്ഞ് ഏത് വിഷമമാണോ അവർക്കുള്ളത് അവരാരും അവരുടെ ജാതിയോ മതമോ വർഗമോ ചോദിക്കുന്നില്ല. കോടികൾ അങ്ങോട്ട് തരാമെന്ന് പറയുന്നവർ ഏത് വിഭാഗത്തിന് എന്ന് പറയുന്നില്ല. അവിടെ വേദന അനുഭവിച്ചവർ, മരിച്ചുപോയ മനുഷ്യരുടെ ബാക്കി കുടുംബാംഗങ്ങളായി ജീവിച്ചിരിക്കുന്നവർക്ക് കരകയറാൻ വേണ്ട മാർഗങ്ങൾ അവലംബിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കാൻ, അവരുടെ സംവിധാനങ്ങൾ ഒരുക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. ഞാനും നിങ്ങളും കണ്ട ചിത്രം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്? ഈ സൗഹൃദമായ, ഈ വാത്സല്യത്തോടു കൂടിയുള്ള, അതെ, മുതിർന്നവരെ ആദരിച്ചുകൊണ്ടുള്ള, ചെറിയവരോട് കരുണ കാണിച്ചുകൊണ്ടുള്ള പോരാ, ഈ നാട്ടിലെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, മതത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒക്കെ ചിട്ടയും കൃത്യനിഷ്ഠയും ഓരോരുത്തരും വെച്ചു പുലർത്തുമ്പോൾ തന്നെ അപ്പുറത്തു നിൽക്കുന്ന മനുഷ്യനെയും അപ്പുറം നിൽക്കുന്ന മതവിശ്വാസിയെയും പരിഗണിച്ചുകൊണ്ടും, അതേ, കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അടിയറ വെക്കാതെ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ആർക്കു മുമ്പിലും പണയം വെക്കാതെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയ ഈ കേരളക്കര ഇനിയും ഇങ്ങനെ തുടരേണ്ടതുണ്ട്. അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങ് ജയിലറകളിലാണ് എന്ന് പറഞ്ഞപ്പോ ആരാണതിന്? പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ബോച്ചെ എന്നൊക്കെ പറഞ്ഞ് പേര് വിളിക്കുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യർ, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ എഴുന്നേറ്റ് വന്ന് നമുക്കവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് 34 കോടി രൂപ കേരളീയ ജനതയോട് ചോദിച്ചപ്പോ എത്ര ദിവസങ്ങൾ, ചെറിയ ദിവസങ്ങൾക്കുള്ളിലാണ് പ്രിയപ്പെട്ടവരെ 34 കോടി രൂപയും റെഡിയായി എന്ന വിവരം ആ അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ അറിയിക്കുകയും ആ ഉമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ വെക്കാം, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ആ സഹായത്തിലേക്ക് ചെറുതും വലുതുമായ സംഖ്യകൾ നിക്ഷേപിച്ചവർ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കിയോ? ഇതാണ് കേരളത്തിന്റെ മനുഷ്യത്വം, ഇതാണ് കേരളത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖമെന്ന് ഈ പാരമ്പര്യത്തെ അറിയാൻ വേണ്ടിയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലൊരു മനുഷ്യന്റെ പ്രശ്നമുണ്ടായപ്പോ, ജയിലിൽ കിടക്കുന്ന പ്രശ്നമുണ്ടായപ്പോ അവർക്ക് ദിയാ എമൗണ്ടായി അടക്കേണ്ട തുക തമിഴ്നാട്ടിലെ ഒരു കുടുംബം കേരളത്തിലേക്ക് വരികയാണ്. പാണക്കാട് വന്ന മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പണമടക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ പുറം നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് ഈ കേരളത്തിന്റെ മാനവികതയെ കണ്ടിട്ട്, ഈ കേരളത്തിന്റെ സൗഹൃദ മുഖത്തെ കണ്ടിട്ട്, ഈ കേരളത്തിന്റെ മനുഷ്യത്വത്തെ കണ്ടിട്ട്, ഹ്യൂമാനിറ്റിയെ കണ്ടിട്ട്, മുറൂഇയത്തിനെ കണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുൻപിൽ, അതേ, മതപ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേരളത്തിനപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ വന്ന് ഞങ്ങളുടെ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കി തരണമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും കേട്ടതും കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ സുന്ദരമായ ഈ കേരളാന്തരീക്ഷം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ, ഒരാളുടെ മുമ്പിലും പണയം വെക്കാതെ, മനുഷ്യരെ മനുഷ്യരായി കാണാൻ, മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ, എല്ലാ ബന്ധങ്ങളും നിലനിർത്തി പോകാൻ
എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ഇനി തുടർന്നു വരുന്ന വിഷയങ്ങളിൽ ആരാണിതിനെ പ്രിയപ്പെട്ടവരെ തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഡയലോഗ് 9.0 ഇതിന്റെ തുടക്കം മുതൽ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. അവസാനത്തെ നിമിഷം വരെ നിങ്ങൾ കാതുകൾ കൂർപ്പിച്ച് കേൾക്കണേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.